എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് കെ എഡ്വേർഡ്, കൊല്ലത്ത് മയനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഇതെൻ്റെ കോഴിക്കൂടാണ്. കോഴി എനിക്ക് 10-40 കോഴിയുണ്ട്. കരിങ്കോഴിയുണ്ട്, വേണ്ട മുട്ടയിട്ടിരിക്കുന്നു. കരിങ്കോഴിയുണ്ട്, നാടൻ കോഴികളും ഉണ്ട്. അപ്പുറത്ത് 10-30 എണ്ണം ഉണ്ട് എനിക്ക്. ഇതുണ്ട്. ഈ കരിങ്കോഴിയുടെയും കോഴിയുടെയൊക്കെ കാഷ്ടങ്ങൾ നമ്മൾ എല്ലാ രണ്ടാഴ്ച അല്ല ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ വൃത്തിയാക്കാറുണ്ട്. ഞാൻ ഇന്നലെ ഇത് വൃത്തിയാക്കിയതാണ്. ഇതിൽ അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്മായവും കൂടെ വിതറാറുണ്ട്, സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് മുയലൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്ട്, ഇത് നമ്മുടെ തനി നാടൻ കോഴികൾ അടയിരുന്ന് മുട്ട വിരിയിക്കുന്ന കോഴികളാണ്. അത് പൂവനും പെടയും എല്ലാം 3 പെയർ ഉണ്ട് ഇവിടെ. ഇതുണ്ട്, ഇവർ നാടൻ കോഴികൾ. ഇത് ഗ്രാമശ്രീ. പിന്നെ ഇതെല്ലാം കരിങ്കോഴികൾ. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമ്മളിത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ സ്മെല്ലും വരും. നമുക്ക് വൃത്തിയായിട്ട് കോഴിക്കൂട് നോക്കിയില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരാം, കോഴികൾക്കും അസുഖങ്ങളൊക്കെ വരാം. ഇത് ടെറസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിവളം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ എടുത്ത കോഴിവളമാണിത്. ഇത് കണ്ടോ, ഇന്നലത്തെ കോഴിവളം ഞാൻ ചാക്കിലാക്കി ഇതുപോലെ കൂട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇതിലൊരു ഫ്ലൈ കിടന്ന് ഓടുന്ന കണ്ടോ, ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്നാണ് അതിനെ പറയുന്നത്. ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ നമ്മളിത് ബക്കറ്റ് ശേഖരിക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഈ ബക്കറ്റിനകത്ത് ഈ ഹോളിൽ കൂടെ ഈ ബക്കറ്റിനകത്ത് കയറി ഇതിനകത്ത് മുട്ടയിട്ട് ഇത് കണ്ട, ഇതിനകത്ത് മുഴുവൻ ഈ പുഴുക്കളാണ്. കണ്ടോ, ഈ പുഴുക്കൾ നമുക്ക് കോഴികൾ കുഞ്ഞായിരിക്കുമ്പം കാണാവോ, ഈ കോഴികൾ കുഞ്ഞായിരിക്കുമ്പം നമുക്കത് കുഞ്ഞായിരിക്കുമ്പോഴോ ഈ വലിയ കോഴികൾക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. എന്നുവെച്ചാൽ അത് നല്ല പ്രോട്ടീൻ ഫുഡാണ്. ഇതിൽ നിന്ന് ഈ പുഴുക്കൾ ഈ ഹോള് കണ്ടോ, ഈ ബക്കറ്റിനകത്തൊരു ട്യൂബുണ്ട്. ഈ ഹോളിൽ കൂടെ ഇത് ഈ ബക്കറ്റിനകത്ത് പോയി ഈ ട്യൂബ് ഇവിടെ ഫിക്സ് ആവണം. ഈ ട്യൂബിൽ കൂടെ ഇത് ഈ കുപ്പിക്കകത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ഈ കുപ്പിക്കകം നോക്കിയേ, കാണാവോ? ഈ കുപ്പിക്കകം കണ്ടോ, ഈ കുപ്പിക്കകത്ത് മുഴുവൻ പുഴുക്കളാണിത്. കണ്ട, ഈ ബക്കറ്റിൽ നിന്ന് വരുന്ന പുഴുക്കൾ ഈ കുപ്പിക്കകത്ത് നമ്മൾ ശേഖരിച്ചിട്ട് എന്താ കുപ്പിക്കകത്ത് ശേഖരിച്ചിട്ട് നമ്മൾ കോഴിക്കൊക്കെ തീറ്റയുടെ കൂടെ ഇട്ട് കൊടുക്കും. നല്ല ഫുഡാണ്, പ്രോട്ടീൻ ഡയറ്റാണ്. അപ്പം അത് നമ്മൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയെ ശേഖരിച്ച് അത് ഉണ്ടാക്കുന്നതാണ് ആ വളം. ഇത് വേറൊരു തരത്തിൽ ഇതാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ആ മതിലിൽ കൂടെ നടക്കുന്ന കണ്ടോ, കാണാവോ? ഇതാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഈ ഒത്തിരി ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്ന് ഇതിനകത്തിരുന്ന്
ഇതിൽ ഹോളുണ്ടെങ്കിൽ ഇതിനകത്ത് മുട്ടയിട്ട് പുഴുക്കളാവും. അല്ല നമുക്ക് വളമാക്കാനാണെങ്കിൽ വേറൊരു തരത്തിൽ ട്രൈക്കോഡെർമ ഇട്ട് നമുക്ക് വളമാക്കിയെടുക്കാം. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഓടുന്നുണ്ട് അതിലെ കൂടെ. ഇതല്ല, ഇതാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഞാൻ അടുത്തോട്ട് ചെന്ന് ഓടിപ്പോവും. കണ്ടോ, ഇതാണ് ശരിക്കുള്ള ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. എന്നിട്ട് പിന്നെ ബക്കറ്റിലാണെങ്കിൽ അങ്ങനെ അത് ആ ഹോളിൽ കൂടെ, ഞാൻ പറഞ്ഞ ഹോളിൽ കൂടെ കയറി അകത്ത് പോയി മുട്ടയിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ട് നമ്മൾ പുട്ടുപൊടി പോലെ നനച്ചെടുക്കും. കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച് നനച്ചെടുത്തിട്ട് അതിൽ ട്രൈക്കോഡെർമ എന്ന ഒരു പിന്നെ സൂക്ഷ്മജീവിയുടെ ഇതുണ്ട്, ആ പൊടിയുണ്ട്. ആ പൊടികൾ നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമുക്കതിനെ ഇളക്കി ഇതാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ട് റെഡിയാക്കി എടുത്ത വളമാണിത്. ഇത് കണ്ടോ, ഈ വളം ഒട്ടും സ്മെല്ലും ഒന്നുമില്ലാതെ നമുക്ക് ഈ വളം റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഈ വളം ഏറ്റവും നല്ല വളമാണ്. കണ്ട, കൈകൊണ്ട് എടുക്കാം, ഒരു സ്മെല്ലും ഇല്ല. നല്ല പൊടിഞ്ഞ് പുട്ടുപൊടി പോലെ നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ട, ഒരു സ്മെല്ലെന്ന് പറയുന്നതില്ല. നല്ല പിന്നെ ചെടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഇതാണ്. ഇന്ന് നമ്മൾ ഒത്തിരി വാഴകൾക്കും ഒത്തിരി ചെടികൾ ഇവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താ, ചാക്ക് ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഈ ചാക്ക് ചാണകമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഈർപ്പം അതിൽ ഇരിക്കും. ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ ശരിക്കും ഒരു ഫംഗൽ വൈറ്റ് ഫംഗൽ പോലെ ഇതിൻ്റെ മേളിൽ വരും. അതിൻ്റെ അർത്ഥം ദിസ് ഈസ് റെഡി ഫോർ മാനുവറിങ്. അപ്പോൾ ഇത് മുഴുവൻ അതാണ്, ഒരാഴ്ചത്തെ മുഴുവൻ വളമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം അടച്ചിടുകയാണ്. തുറന്നിട്ട ഈച്ചകളൊക്കെ വന്ന് ഇതാവും. ഇങ്ങനെ അടച്ചു മൂടി നമ്മൾ നല്ലപോലെ ഇടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ചെയ്ത് കൊടുക്കും, ഇളക്കി കൊടുക്കും. എനിക്ക് കോഴികൾ പോകുന്നതുകൊണ്ട് അധികം ഇതായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും കണ്ടല്ലോ, ഇതെങ്ങനെയാണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച. ഇതിന് പുറകെ നമുക്ക് ഇതാണ്ട് ഇത്രയും പുഴുക്കളാണ് നമുക്ക് കിട്ടിയത്. കണ്ട, പുഴുക്കൾ കണ്ട, ഈ പുഴുവിനെ എല്ലാം നമ്മൾ വാരി ഇങ്ങനെ വരുന്നത് നമ്മൾ ഇതുപോലെ വാരിയെടുത്ത് കോഴിക്കിട്ട് കൊടുത്താൽ ആ കോഴി ഇത് തിന്നുന്നതെന്ന് കാണണം. അതും കൂടെ നമുക്ക് കാണാം. എത്ര സന്തോഷമായിട്ടാണ് ആ കോഴി അത് തിന്നുന്നതെന്നുള്ള. കൈകൊണ്ടൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഞാനിപ്പം വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കിട്ട് കൊടുക്കാം. അത് നിങ്ങൾ തിന്നുന്ന നോക്കിക്കോണേ. നോക്ക്, പിന്നെ കോഴിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണിത്. ഒറ്റ നിമിഷം കൊണ്ട് ഇത് തിന്ന് തീർക്കും. ഇത് വേണ്ട, വേണ്ട, എല്ലാം തിന്ന് തീർത്ത്. ഇത്ര റിച്ചായിട്ടുള്ള ഫുഡാണ്. അപ്പം അതിന് നന്നായിട്ട് വണ്ണം വയ്ക്കുകയും ചെയ്യും. കുഞ്ഞു കോഴികൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത്, അത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൂടാതെ ഞാൻ ഈ കോഴിക്കാഷ്ടം ഇതുപോലെ ബക്കറ്റുകളിൽ നിറച്ച് വയ്ക്കാറുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഈ ഇതിലെ കൂടെയാണ് നമ്മുടെ ബാക്ടീരിയ ഫ്ലൈ ഇതിനകത്ത് കയറി ഈ സാധനത്തിനകത്ത് മുട്ടയിടുന്നത്. കണ്ടോ, എന്നിട്ട് ഈ ട്യൂബിൽ കൂടെ ഇത് പുറത്ത്
വന്നിട്ട് ഈ ട്യൂബിൽ കൂടെ ഇതിൽ ഈ കുപ്പിക്കകത്ത് വന്ന് വീഴും. അപ്പം കോഴിയുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി ഉപകാരമാണ് ഇങ്ങനെ ഫുഡുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ഞാൻ വേറൊരു തരത്തിലും ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ വളമായിട്ടിരിക്കുകയാണ്, കണ്ടോ? ഇതിലും കണ്ടോ ചകിരിച്ചോറൊക്കെ ഉള്ളതും ചകിരിച്ചോറും കുമ്മായവും എല്ലാം ഉണ്ട്. അപ്പം നല്ല വളമാണ്. ഞാനിതുപോലെ അതുകൊണ്ട് പുറത്തുനിന്ന് അധികം വളം ഞാൻ മേടിക്കുന്നില്ല. എൻ്റെ ജൈവവളം ഇതൊക്കെ തന്നെ. ഈ 5 ബക്കറ്റിലും അത് തന്നെ. ഇത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അടുത്തത് വരുമ്പം അടുത്ത കാഷ്ടം വരുമ്പം ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബക്കറ്റുകളാണിത്. ഇത് രണ്ടും അതുപോലെ തന്നെ. ഈ സൈഡിൽ കൂടെയാണ് അത് കയറുന്നത്, ബ്ലാക്ക് സോൾജിയർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്ന് മുട്ടയിടും ഇതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും പുഴുക്കളെ ശേഖരിക്കാം. ഒരു പാത്രത്തിനകത്ത്, നമ്മുടെ ഓർക്കിഡ് പോട്ടിനകത്തോ ഏതെങ്കിലും പാത്രത്തിനകത്ത് ചെറിയ ഒരു പേപ്പർ ഇട്ടിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്ന് മുട്ടയിടും. കണ്ടോ? ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഓൾറെഡി ഒത്തിരിയും വന്ന് കഴിഞ്ഞു. ഞാനിപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചിട്ടതേ ഉള്ളൂ. കണ്ടോ? അത് ഏതാണെന്ന് കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കിടന്ന് ഓടുന്നുണ്ട്. കണ്ടോ? ഇതാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഒത്തിരിയായി. കുറച്ച് നേരം തുറന്ന് വയ്ക്കുകയാണെങ്കിൽ വേഗം വന്നത് മുട്ടയിട്ട് നമുക്ക് പുഴുക്കളെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ ആരുമില്ല. ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതുകൊണ്ട് അത്ര ഭംഗിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇത് കാണിക്കുവാനുള്ള വീഡിയോസൊക്കെ എടുക്കുവാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.